നവരാത്രിയുടെ 9ാമത്തെ ദിവസം നമ്മൾ ദേവിയെ സിദ്ധിദാത്രിയായിട്ടാണ് പൂജ ചെയ്യുന്നത്. സിദ്ധി ദാനം ചെയ്യുന്നവൾ എന്നാണ് സിദ്ധിദാത്രി എന്നുള്ള നാമധേയത്തിൻ്റെ അർത്ഥം വരുന്നത്. തന്നെ ആരാധിക്കുന്ന ഭക്തന് സർവ്വ കഴിവുകളും നൽകി ദേവി അനുഗ്രഹിക്കും. ചതുർഭുജയായ ദേവിയുടെ കയ്യിൽ താമര, ശംഖ്, ചക്രം എന്നിവയാണ് ഉള്ളത്. ഭഗവാൻ മഹാദേവന് സർവ്വസിദ്ധികളും നൽകി അനുഗ്രഹിച്ചത് ദേവിയായതുകൊണ്ടാണ് ഭഗവാൻ തൻ്റെ പാതിരൂപം ദേവിക്ക് നൽകിയതെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. നവഗ്രഹങ്ങളിൽ കേതുവിൻ്റെ ദേവതയാണ് സിദ്ധിദാത്രി. കേതു ദോഷമുള്ളവരൊക്കെ സിദ്ധിദാത്രിയെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. നമ്മൾ ചൊല്ലേണ്ടുന്ന മന്ത്രം ഓം ദേവി സിദ്ധിദാത്രിയെ നമഃ എന്നുള്ളതും സിദ്ധഗന്ധർവയക്ഷാധൈരസുരൈ രമാരൈരപി സേവ്യമാനാ സദാ ഭൂയാത് സിദ്ധിദാ സിദ്ധിദായിനി. ഈ മന്ത്രമാണ്. നമ്മൾ വെക്കേണ്ടുന്ന സുണ്ടൽ എന്ന് പറയുന്നത് കടലപ്പരിപ്പ് സുണ്ടലാണ്. അതേപോലെ വടയുണ്ടാക്കി വെക്കാവുന്നതാണ്. റൈസ് ഐറ്റംസിൽ ലെമൺ റൈസ് ഉണ്ടാക്കി നിങ്ങൾക്ക് സമർപ്പിക്കാം. അതുപോലെ സ്വീറ്റ്സ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കടലപ്പരിപ്പ് പായസം ഉണ്ടാക്കി സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ്.